ആത്മദാനം നൽകൂ, നിൻ കൃപയിൽ ഞാൻ നിൽപ്പാം. ആത്മാവിൽ നടത്തൂ, മരുവിൽ തളരാതെ. ആത്മദാനം നൽകൂ, നിൻ കൃപയിൽ ഞാൻ നിൽപ്പാം. ആത്മാവിൽ നടത്തൂ, മരുവിൽ തളരാതെ. ശത്രു നേരെ വന്നാൽ നീ എൻ പക്ഷത്തുണ്ട്. ശത്രു നേരെ വന്നാൽ നീ എൻ പക്ഷത്തുണ്ട്. ഗിൽഗാലിൻ പോൽ നിന്ദകളെല്ലാം ഉരുട്ടി നീക്കുവാ. ഗിൽഗാലിൻ പോൽ നിന്ദകളെല്ലാം ഉരുട്ടി നീക്കുവാ. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ വീണ്ടും എന്റെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഈ സ്ഫുർണ സഭയിൽ മറ്റ് ഇതര സഭകളെ വെല്ലുന്നതായിരിക്കുന്ന ധാരാളം പഠനങ്ങൾ അടുത്ത ഫിലദൽഫിയ സഭയോട് ഉള്ളതായിരിക്കുന്ന ദൂതുകൾ ഉണ്ടായിരുന്നു. തുയത്തൈര സഭയോട് ഉള്ളതായിരിക്കുന്ന ദൂതുകൾ വിശുദ്ധീകരിപ്പാട്ടൊക്കെ വണ്ണമൊട്ട് അനവധി ആഗ്രഹിച്ചു. എങ്കിലും വിശാലമായിരിക്കുന്ന സംവിധാനം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് ചുരുക്കി കാര്യങ്ങളെ സംസാരിക്കുന്നു. എങ്കിൽ ഈ സർദീസിലെ ഈ സഭയെ കുറിച്ച് വീണ്ടും വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ പ്രാർത്ഥനകളിൽ മേഖലയിൽ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്ന ചിലതുകൂടെ ഇന്ന് രാത്രിയിൽ ചിന്തിപ്പാനൊക്കെ വണ്ണം കർത്താവിൽ ശരണപ്പെടുന്നു. ദിവ്യജനം ഓർത്തുകൊള്ളണം. പിതാക്കന്മാർ ഒരിക്കലും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും മനുഷ്യ മനസാക്ഷികൾ ഞെട്ടിക്കുന്നതായിരിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതിന്റെയൊക്കെ ലക്ഷണങ്ങൾ എന്ത്? ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് മനുഷ്യൻ പരസ്പരം ചോദിക്കുന്നു. ഈ ചോദിക്കുന്നവരുടെ ജീവിതത്തിൽ തന്നെ നാളുകളിൽ ഇത് സംഭവിക്കുന്നു, അവരുടെ ഭവനങ്ങളിൽ ഇത് സംഭവിക്കുന്നു. ഇന്നലകളിൽ ഇത് എപ്രകാരം സംഭവിക്കുന്നു എന്ന് വിചാരിച്ച് മൂക്കത്ത് വിരൽ വെച്ചവരുടെ ഭവനങ്ങളിലേക്കും അവരുടെ സംവിധാനങ്ങളിലേക്കും ഇതുപോലെയുള്ളതായിരിക്കുന്ന പ്രശ്ന സാന്ദ്രങ്ങളായിരിക്കുന്ന പലതും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അറുതിയില്ലേ? ഈ ഒരു ചോദ്യം ചോദിക്കുന്നു. ഇത് തന്നെയാണ് സർദീസിലെ സഭയുടെ കാലഘട്ടത്തിലും സംഭവിച്ചത്. ആക്ഷരികമായി ജനം പ്രസന്റ് ആണ്, പക്ഷെ ആത്മീകമായിട്ട് ജനം പ്രസന്റ് അല്ല. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ രാത്രി ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്നോട് ആദ്യം ഞാൻ ചോദിച്ചു, അതിന് ഉത്തരം ഞാൻ കണ്ടുപിടിച്ചു. ആ ചോദ്യങ്ങൾ ഞാൻ കടന്ന ദൈവജനത്തോട് ഞാൻ ചോദിച്ചു. ഇത്രയും മീറ്റിങ്ങുകൾ നടക്കുന്നു, ഇത്രയും പ്രസംഗങ്ങൾ കേൾക്കുന്നു, ഏതെങ്കിലും നിലകളിലുള്ളതായിരിക്കുന്ന ഒരു വ്യതിയാനം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു അപ്ഗ്രഡേഷൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും പ്രസംഗമൊക്കെ നല്ലതാണ്, പോയിന്റുകളൊക്കെ നല്ലതാണ്, നല്ല നല്ല ആശയങ്ങളാണ്. പക്ഷേ ഈ ആശയം കേട്ടതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമുക്ക് പ്രയോജനകരമായി വന്നത്? എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് എബ്രായർക്ക് എഴുതുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ വന്നു എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ ഭയപ്പെടുക. നിങ്ങളെപ്പോലെ അവര് ഒരു സദ്വർത്തമാനം കേട്ടു എങ്കിലും കേട്ടത് വിശ്വാസമായി പരിണമിക്കായികയാൽ അതവർക്ക് ഉപകാരമായിട്ട് വന്നില്ല. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നാം പ്രാർത്ഥനാ പായലിരുന്നും നാം വേദികളിൽ കടന്നു ചെന്നും ധാരാളം മീറ്റിങ്ങുകൾക്കകത്ത് നമ്മൾ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. നമ്മളെ ഈ വചനങ്ങളിൽ എത്രമാത്രം വ്യതിയാനം വരുത്തി എന്നുള്ളത് ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ സർദീസ് സഭയോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ അവരുടെ നന്മ പലതുണ്ട്. അവിടെ എടുത്തു പറയുന്നുണ്ട്, പലതുണ്ട്. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ നിങ്ങൾക്ക് സർദീസിലുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം ജനത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിർവികാരകരായി നിൽക്കുന്ന, പ്രതികരിക്കാൻ കഴിയാത്ത, വചനത്തിന്റെ മുമ്പാകെ പ്രതികരിക്കാനോ വചനത്തിന്റെ മുമ്പാകെ തീരുമാനമെടുക്കുവാനോ
എന്റെ ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങൾക്കകത്തൊരു വ്യതിയാനം ഉണ്ടാക്കിയെടുക്കുവാനോ കഴിവില്ലാത്തവരായി ഇരിക്കുന്നു എങ്കിൽ, ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയുടെ ദൂതൻ എഴുതുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എന്താണ് ഈ കാലഘട്ടത്തിൽ കേട്ടിട്ടുള്ളത്? ആ വാക്കിങ്ങനെ വായിക്കുന്നു: ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക എന്നൊരു വാക്ക് ഈ സർദീസിലെ ഈ സഭയോട് പറയുന്നൊരു വാക്കാണ്. God has been given a lot of promises. വാഗ്ദത്തങ്ങൾ ഒരുപാട് നമുക്ക് തന്നിട്ടുണ്ട്. വാഗ്ദത്തങ്ങളൊക്കെ നമ്മൾ ഒരു ചെവിയിൽ കൂടെ കേട്ടിട്ട് ആ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവസന്നദ്ധിയിൽ കാത്തിരിക്കാൻ മെനക്കെടാതെ അതൊക്കെ അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് ആ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാതിരിക്കുന്നത്. വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുക. ദൂതന്, ഈ സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുന്ന ചോദ്യം കേട്ടോ: Remember therefore how thou hast received and heard. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ചോദ്യം എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ലാസ്റ്റ് ഡേയ്സ്, കഴിഞ്ഞ അനേക നാളുകൾ ഒത്തിരി ഉപവാസ പ്രാർത്ഥനകളിലും പൊതു സമ്മേളനങ്ങളിലും പ്രാർത്ഥനാ കൂട്ടായ്മകളിലും നാം പങ്കെടുത്തു. നമ്മൾ എന്താണ് ദൈവസന്നിധിയിൽ പ്രാപിച്ചിട്ടുള്ളത്? ഒന്നാലോചിച്ച് നോക്കി. എന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ടോ? എനിത്തിങ്. നമ്മൾക്കത് പ്രാപിക്കാൻ കഴിയാതെ ഇരിക്കുന്നതിന്റെ കാരണം ഞാൻ പറയാം. ഈ ഗൃഗശ ശക്തിയാണ്. നമ്മളിതിനെ മനസ്സിലാക്കണം. നമ്മൾ ഒരേ രോഗത്തിന് ഒരേ ഡോക്ടറുടെ അടുത്ത് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ആളുകളെ പരിശോധിക്കാതെ ഒരിക്കലും ഒരു വിധി നിർണയം ചെയ്യത്തില്ല. ആ വിധി നിർണയിക്കുന്നതിന് മുമ്പ് രണ്ടുപേരുടെയും ബ്ലഡും എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണോ, ബേസിക് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് അവരങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു പ്രിസ്ക്രിപ്ഷൻ തയ്യാറാക്കും. നമ്മളെ എല്ലാ മേഖലകളിലും ഒതുക്കിയിടുന്നതായിരിക്കുന്ന ഒരു അന്ധകാര ശക്തിയാണ് ഈ ഗൃഗശ ശക്തി എന്ന് ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ സമയത്ത് ഈ ഗൃഗശ ശക്തികളെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു ചെറിയ പഠനം ഞാൻ പഠിച്ചു നോക്കിയപ്പോൾ വാസ്തവത്തിൽ ഞാൻ വിചാരിച്ചു ഈ ഗൃഗശ ശക്തികൾ എന്ന് എഴുതിയിരിക്കുന്നത് പഴയ നിയമത്തിൽ മാത്രം ഉൾക്കൊണ്ടു നിൽക്കുന്നതായിരിക്കുന്ന ഒരു പോരാട്ട ശക്തിയാണെന്ന് വിചാരിച്ചു. പക്ഷെ അല്ല. ഇത് പുതിയ നിയമത്തിൽ മർക്കോസിൻ സുവിശേഷത്തിലും ലൂക്കോസിൻ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവൃത്തിയിലും കൊരിന്ത്യ ലേഖനത്തിലും അങ്ങനെ ഒട്ടനവധി പുതിയ നിയമവാക്യങ്ങളിലും ഈ അന്ധകാര ശക്തി ജനത്തെ ദൈവകൃപ അവൻ അനുഭവിക്കാൻ കഴിയാതെ ഒതുക്കിയിട്ടിരിക്കുന്ന, ബുദ്ധിയെ മറച്ചു കളയുന്ന ഒരു പ്രത്യേക പൈശാചിക ശക്തി. ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം. അരമണിക്കൂറത്തെ ഈ ബൈബിൾ ക്ലാസ്സിൽ, എല്ലാ ബൈബിൾ ക്ലാസ്സിലും ഞാൻ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കും. ഒരു പുതിയ കാര്യങ്ങളും ഞാൻ പഠിപ്പിക്കാറുണ്ട്. ഒരു പുതിയ കാര്യമെങ്കിലും പഠിപ്പിക്കാറുണ്ട്. ഒത്തിരി കാര്യങ്ങളൊന്നും പഠിപ്പിക്കാൻ ശ്രമിക്കാറില്ല. പക്ഷെ ഒരു കാര്യമെങ്കിലും പുതുതായിട്ട് നിങ്ങളാരും ഇതുവരെ കേട്ടിട്ടില്ല, അതല്ലെങ്കിൽ ഗ്രഹിക്കാത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യങ്ങളുടെ പുനർചിന്തനത്തിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ അരമണിക്കൂറത്തെ ബൈബിൾ ക്ലാസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വേറൊരു ഉണർവ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കണം, ഇതിനകത്ത് എനിക്ക് സ്വയം ഉണരുവാനൊക്കെ വണ്ണം ഉള്ളതായിരിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവീക ക്രമീകരണം ഉണ്ടായിരുന്നുവോ? അതിനനുസരിച്ചിട്ട് എനിക്കൊന്ന് ഉണരുവാനൊക്കെ വണ്ണം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സ്വയം ചിന്തിച്ചാൽ മാത്രമേ ഒരു മനുഷ്യന് ദൈവത്തിന്റെ കൃപയിൽ മുന്നേറുവാനൊക്കെ വണ്ണം കഴിയും. ഇതൊരു ലാസ്റ്റ് ഡേയ്സ് ആണ്. ഒരുപാട് പ്രതികൂലങ്ങൾ
നമ്മൾ അനുഭവിച്ചതിനേക്കാൾ നമ്മുടെ തലമുറകൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അതിനൊന്നും സമയം കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. 2-3 വർഷം അതിനപ്പുറം അങ്ങോട്ടൊന്നും മാറി. 2000 നിങ്ങൾക്കറിയാം, രാജ്യങ്ങളുടെ ലിസ്റ്റ് ഞാൻ പറയുന്നില്ല. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രോഗ്രാം ചെയ്തു 2020. പക്ഷേ ലോകം അതൊന്നും ശ്രദ്ധിച്ചില്ല. 2020 എന്ന് പലവരുടെയും ലോഗോയ്ക്കകത്ത് അവർ ചേർത്ത് വെച്ചു. നിങ്ങൾക്കറിയാം, 2020 ലോകം കണ്ടതിലും വെച്ച് ഏറ്റവും വലിയ ദയനീയമായിരിക്കുന്ന സംഹാര താണ്ഡവം നടമാടിയ ഒരു വർഷമായിരുന്നു. ഇപ്പോൾ പല രാജ്യങ്ങളിലെ ലോഗോയുടെ എവിടെയും സംവിധാനത്തിനകത്ത് നമ്മൾ കാണുന്ന 2030 എന്ന് നമ്മൾ കാണുമ്പോൾ അടുത്ത ഒരു വൈശാരിക ലെവലിലേക്ക് ഈ ലോകം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ ഇരിക്കുന്നു. ഞങ്ങൾ വസിക്കുന്നതായിരിക്കുന്ന രാജ്യത്ത്, ഞങ്ങൾ 2 രാജ്യങ്ങളിലാണ് പാർക്കുന്നത്. ഒരു രാജ്യത്ത് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, തമിഴ്ക്കാന എന്ന് പറയും. മറ്റൊരു രാജ്യത്ത്, ഞങ്ങൾ തൊട്ടടുത്ത വേറെ രാജ്യത്തും അവിടെയുള്ളത് വിവേറാണ്. ഈ 2 സംവിധാനങ്ങളും ഈ യാത്രാ മധ്യത്തിൽ ഇമിഗ്രേഷനിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഇത് രണ്ടും തുറന്ന് കാണിക്കണം. അത് മൊബൈല് കേടായെന്നോ ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നില്ലോ എന്നൊന്നും പറഞ്ഞാൽ എക്സ്ക്യൂസ് അല്ല. നിനക്ക് ഒരു കാരണവശാലും അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചാൽ പോലും അത് അംഗീകരിക്കണമെന്നില്ല. ഈ 2 സംവിധാനത്തിൽ കൂടെ ലോകം എന്താണ് നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്റെ കഴിഞ്ഞ മണിക്കൂറുകളിലെ ഇടപാടുകൾ മുഴുവനും അവൻ എവിടെയായിരുന്നു, അവൻ എന്തൊക്കെ ചെയ്തിരുന്നു, അവൻ എവിടെയൊക്കെയായിരുന്നു അവന്റെ റൂട്ട്, അത് ഗവൺമെന്റ് കണ്ടുപിടിക്കുവാൻ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അവൻ പോയ വഴിത്താരകൾ ശ്രദ്ധിക്കുവാൻ, അവന്റെ ഫുൾ ആക്ടിവിറ്റീസിനെ ട്രേസ് ചെയ്യാൻ, മോണിറ്റർ ചെയ്യാൻ 2020 എന്നുള്ളതായിരിക്കുന്ന ഒന്നിന് കഴിഞ്ഞു. നിങ്ങൾ വിചാരിക്കും ഈ സോഫ്റ്റ്വെയർ ഇന്നലെ കണ്ടുപിടിച്ചതാണെന്ന്. അല്ല, ഈ സോഫ്റ്റ്വെയർ ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ഇംപ്ലിമെന്റ് ചെയ്യുവാനൊക്കെ വേണം ലോകം കണ്ടുപിടിച്ചതായിരിക്കുന്ന ഒരു സംവിധാനം. 2030 ഞാനത് വിശ്വസിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയുള്ളതായിരിക്കുന്ന ഒരു ചിപ്പ് സംവിധാനം ഈ ലോകത്തിൽ കടന്നു വന്നിട്ട് മനുഷ്യനെ നിയന്ത്രിക്കുന്ന, എന്ന് പറഞ്ഞാൽ ഈ തമിഴ്ക്കാന എന്നുള്ളതായിരിക്കുന്ന ആപ്ലിക്കേഷൻ ഇന്ത്യയിലുള്ളതായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അറിയത്തില്ലെങ്കിൽ ഞാനത് കാണിച്ചു തരാം. കർത്താവിന്റെ സ്തോത്രം. ഈ ഒരു ആപ്ലിക്കേഷൻ ഈ നമ്മുടെ മൊബൈലിനകത്തില്ലെങ്കിൽ നമുക്ക് എങ്ങും പ്രവേശിക്കുവാനൊക്കെ വേണം കഴിയാത്ത നിലകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ സ്തോത്രം. ഞാൻ കാണിച്ചു തരാം. കർത്താവിന്റെ സ്തോത്രം. അത് മനസ്സിലാക്കണം. അപ്പോൾ ഈ ലോകം മനുഷ്യനെ ഇനിയും ഒരിക്കലും അവനെ സ്വതന്ത്രനായിട്ട് വിടാൻ കവണം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കുന്നില്ല. കർത്താവിന്റെ സ്തോത്രം. അവൻ പോകുന്നതായിരിക്കുന്ന വഴിത്താരകൾ മുഴുവനും ശ്രദ്ധിക്കുവാൻ കൊണ്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കാണുമ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കും. എന്റെ ഫോട്ടോ, എന്റെ സംവിധാനങ്ങൾ മുഴുവനും ഇതിനകത്തുണ്ട്. ഇത് ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേകതയാണെങ്കിൽ ഇനി അയൽ രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ കാണിക്കേണ്ടത് ഈ ഒരു സംവിധാനമാണ്. ഇതൊരു ആപ്ലിക്കേഷനാണ്. ഇത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഒരു കുഞ്ഞു കടകളിൽ കയറണമെങ്കിൽ, ഒരു ബാർബർ ഷോപ്പിൽ ചെല്ലണമെങ്കിൽ, ഒരു ബക്കാലയിൽ പ്രവേശിക്കണമെങ്കിൽ, ഏതെങ്കിലും ഒരു സംവിധാനത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ റോഡിൽ കൂടെ എവിടെയെങ്കിലും കാണും. ബാങ്കിൽ പോകണമെങ്കിൽ, മാളിൽ പോകണമെങ്കിൽ, എവിടെ പോകണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ കാണിച്ചെങ്കിലേ പോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്നതായിരിക്കുന്നതിന്റെ യാഥാർത്ഥ്യം ദൈവമക്കൾ തിരിച്ച് 2030 സംഭവിക്കുമ്പോൾ ഞാൻ എന്റെ ഗൗരവം നിങ്ങളെ പഠിപ്പിക്കട്ടെ. ആ സംവിധാനത്തിന്റെ നടുവിൽ ദൈവമക്കൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ അതിനെക്കുറിച്ച് പറയുന്നത് കാലങ്ങൾ കാലാർത്ഥം എന്നെഴുതിയിരിക്കുന്നു. 1260 ദിവസം എന്ന് എഴുതിയിരിക്കുന്നു. കാലം
കാലങ്ങൾ, കാലാർത്ഥം 3.5 വർഷത്തിന് ശേഷം സംഭവിക്കേണ്ടതായിരിക്കുന്ന ഒരു സംവിധാനമാണ്. അത് ദൈവസഭ ഈ ഭൂമിയിൽ കാണില്ല. ആ ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയും. അപ്പോൾ 2030 എന്നുള്ളതായിരിക്കും വിഭാവനം ചെയ്യുമ്പോൾ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അന്ന് ജീവനോടിരിക്കുന്ന സകല മനുഷ്യർക്കും വിൽക്കുവാനോ മേടിക്കുവാനോ ഈ ഒരു ആപ്ലിക്കേഷൻ വേണം, നിർബന്ധമാണ്. അതിനു മുമ്പ് ദൈവസഭയോട് പറഞ്ഞു, നിങ്ങളിത് കണക്ക് കൂട്ടിക്കൂ. അപ്പോൾ ഒരു 2026 പകുതിയോടുകൂടെ എതിർക്രിസ്തുവിന്റെ ഭരണം ആരംഭിക്കണം. അതിന് ലക്ഷണം അതിനും 3.5 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങണം. അപ്പോൾ കർത്താവിന്റെ വരവ് എത്ര സമീപത്തിലായിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ളതായ ഒരു അവബോധം ദൈവമക്കൾക്കുണ്ടാകണം. കർത്താവിന് സ്തോത്രം. ഇതിൽ ഇപ്പോഴും ദൈവജനത്തിന് അതിൻ്റെതായിരിക്കുന്ന സീരിയസ്നെസ് മനസ്സിലാകുന്നില്ല. അതാണ് ഏറ്റവും, അത് ആ സീരിയസ്നെസ്സിനെ മറച്ചു വെക്കുന്ന ഒരു അന്ധകാര ശക്തിയാണ് ഗിർഗശ ശക്തി. ഇനി ഗിർഗശ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ ആമേൻ നിങ്ങൾ ഒരു ഭാഗം എടുക്കണം. ആമേൻ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. കർത്താവിന്റെ സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 8:28 ഇംഗ്ലീഷ് ബൈബിളുള്ള ആരെങ്കിലും കൂടി നിർത്തണം. മാത്യു ചാപ്റ്റർ 8:28. മത്തായി 8:28 എടുത്തവരത് വായിച്ചാട്ടെ ആരെങ്കിലും. ലീന വർഗീസ് സിസ്റ്റർ എടുത്തെങ്കിലും ഒന്ന് വായിക്കാം. മാത്യു അവനക്കരെ ഗദരേന്യരുടെ ദേശത്ത് എത്തിയപ്പോൾ 2 ഭൂതഗ്രസ്തർ ശവക്കല്ലറകളിൽ നിന്ന് പുറപ്പെട്ട് ഗദരേന്യരുടെ ദേശത്ത് എത്തിയപ്പോൾ എന്ന് മലയാളത്തിൽ നമ്മൾ വായിച്ചു. ഇനി ഇംഗ്ലീഷ് ബൈബിളുള്ള ആരെങ്കിലും എടുത്താട്ടെ. ആരെങ്കിലും anyone who holds an English Bible ആരെങ്കിലും എടുത്തിട്ടുള്ളവരൊന്ന് ആ വാക്യം എടുത്താട്ടെ. And when he was come is the other side the country of the വായിച്ചോ അങ്ങനെ വായിച്ചോ. There met him to be okay വായിച്ചോട്ടെ. posted with devils coming out of the okay വേറെ ആരെങ്കിലും എടുത്ത് I will read for you. And when he was come to the other side of the country of Syrians. അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? Praise the Lord. അവിടെ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. And when he was come to the other side into the country of Gergesenes. മലയാളത്തിൽ അത് ഗദരയുടെ ദേശത്തുനിന്നും ഗദരേനരുടെ ദേശത്തുനിന്നും എഴുതിയിരിക്കുന്നെങ്കിൽ ഇംഗ്ലീഷ് ബൈബിൾ കാണുന്നു ഗിർഗശ്യരുടെ ദേശം. ഈ ഗിർഗശ്യൻ ഒരു മനുഷ്യന്റെ മേൽ ബാധിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് ആ ഭാഗത്ത് വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കും. അങ്ങനെ ഒരു ഭ്രാന്തനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഭൂതഗ്രസ്തനെ കുറിച്ച് വേദപുസ്തകത്തിന്റെ താളുകളിൽ എഴുതി ചേർക്കുന്നത് ഉപയോഗശൂന്യമല്ലേ, അതിന് എന്തിനു മെനക്കെട്ടു എന്ന് ചോദിക്കുന്നതിന്റെ നടുവിൽ ഈ അന്ധകാര ശക്തി എന്താ ചെയ്യുന്നറിയാം? നമ്മുടെ സുബോധത്തെ കെടുത്തിക്കളയും. എത്ര കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ട് സുബോധം നഷ്ടപ്പെട്ടവരായിട്ട്. എത്ര ദൈവദാസന്മാർ സുബോധം നഷ്ടപ്പെട്ടവരായി മാറിയിട്ടുണ്ടെന്നറിയാമോ? സുബോധം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഭ്രാന്താകുക എന്നുള്ളതല്ല, നമ്മളുടെ ഡെസ്റ്റിനിയെ കുറിച്ചുള്ളതായിരിക്കും. നമ്മുടെ നിത്യതയെ എപ്പോഴും മറച്ചു കളയുന്ന ഒരു അന്ധകാര ശക്തിയാണ് വാഗ്ദത്തങ്ങളെ മറച്ചു കളയുക. ഈ ഒരു ശക്തിയായിരുന്നു സാറാമ്മച്ചിയുടെ മേൽ വ്യാപരിച്ചിരുന്നത്.
ഈ ഒരു അന്ധകാര ശക്തി. കാര്യം ചോദിച്ചാൽ വാക്തത്വങ്ങളെ മറച്ചു കളഞ്ഞിട്ട് പകര സംവിധാനം ഉണ്ടാക്കിയത് സാറാമ്മച്ചിയാണെങ്കിൽ ആ സാറാമ്മച്ചി പറയുന്നു അത് പരിഹാസിയാണ്. നോക്കണേ, പിന്നീട് വെളിപ്പെട്ടത് വന്നത് അത് പരിഹാസി, അത് ചെയ്ത കാര്യം ആമേൻ ഒരു പരിഹാസ വിഷയമായിരുന്നു. ഇത് നേരത്തെ അറിയാമായി, പക്ഷെങ്കിൽ ആ ഒരു കാര്യത്തെ ഏത് ശക്തി മറച്ചു കളഞ്ഞു? ഈ ഗിർഗശ ശക്തി മറച്ചു കളഞ്ഞു. ഈ സർദീസിലെ സഭയെ സംബന്ധിച്ചും പറയുന്നു, ഈ രണ്ടാളുകളും പട്ടണത്തിൽ അറിയപ്പെടുന്ന ആളുകളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. നിങ്ങളെ വേദഭാഗം ഒന്നുകൂടെ അനലൈസ് ചെയ്തെന്ന് വായിക്കണം. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിന്റെ അടുത്ത ഭാഗങ്ങൾ വായിക്കുമ്പോൾ both of them were acceptable in that city. പക്ഷേ കുറെ നാളുകളായിട്ട് സുബോധം നഷ്ടപ്പെട്ടപ്പോൾ അക്സെപ്റ്റബിൾ ആയിരിക്കുന്ന ഇടത്ത് അവർ റിജക്റ്റഡ് ആയി മാറി, അല്ലെങ്കിൽ അവരിൽ നിന്നും ഒന്ന് ഐസൊലേറ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. മനസ്സിലാവുന്നു? ദൈവങ്ങൾക്ക് മനസ്സിലാവുന്നു? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്താ ഈ കൂട്ടായ്മയിൽ നിന്നും മാറി നിൽക്കാൻ കാരണമാകുന്നത്? അതുപോലെ തന്നെ ഈ നമ്മുടെ അനേക പ്രിയപ്പെട്ടവരും ദൈവസഭയിൽ ആരാധനയ്ക്ക് കടന്നു വന്നാലും ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഈ പ്രസംഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മ വരില്ല. കഴിഞ്ഞ ആഴ്ച വായിച്ച സങ്കീർത്തനം ഏതെന്ന് ചോദിച്ചാൽ 90% ആളുകൾക്കും അറിയത്തില്ല കഴിഞ്ഞ ആഴ്ച വായിച്ച സങ്കീർത്തനം ഏതെന്ന്. കഴിഞ്ഞ ആഴ്ച വന്ന് നമ്മുടെ വിസിറ്റിംഗ് പാസ്റ്റർ പ്രസംഗിച്ച പ്രസംഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും തിരിച്ചറിയത്തില്ല. 1.5 മണിക്കൂറത്തെ പ്രസംഗം സംക്ഷിപ്ത രൂപത്തിൽ 3-4 വാക്കുകളിൽ മാത്രം ഒതുക്കി നിർത്തുന്ന ഒരു അന്ധകാര ശക്തി ഈ കാലഘട്ടത്തിൽ ദൈവസഭയെ മുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ അന്ധകാര ശക്തി വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, മാനസാന്തരത്തെ കുറിച്ച് ബോധം വരുത്തത്തില്ല. രണ്ടാമത്തേത്, ഉണരുവാൻ സമ്മതിക്കത്തില്ല. ഞാൻ ചാവാറായ ശേഷിപ്പാണെന്നുള്ളതായിരിക്കുന്ന ഒരു അറിവ് പകർന്നു കൊടുക്കില്ല. പിന്നെന്തറിയാമോ? അവനിൽ നിന്നും പ്രാപിച്ച കാര്യം എന്തൊക്കെയാണെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വെളിപ്പെട്ടു വരികയില്ല. ദൈവം നമ്മളോട് സംസാരിച്ച ദൈവിക ശബ്ദം ഒരിക്കലും നമ്മുടെ ഓർമ്മയിൽ നിലനിർത്തുകയില്ല. എന്നിത്യാദി പോകുന്നു ഈ ഗിർഗശ ശക്തികൾ. ആ ഗിർഗശ ശക്തികൾ ഈ പട്ടണത്തിൽ അംഗീകരിക്കപ്പെട്ടിരുന്ന ഈ മനുഷ്യരെ, ഈ ഗിർഗശരുടെ ശക്തികൾ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ പട്ടണത്തിൽ നിന്നും അവർ വിദൂരതയിലേക്ക് വസ്ത്രം ധരിക്കാതെ അവർ കല്ലറകളിൽ പാർക്കുവാൻ, അവർ ഭൂതപ്രാമൻ പൈശാചിക മേഖലകൾക്കകത്ത് അകപ്പെട്ടു നിൽക്കുവാൻ ഇടയായപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഞാൻ വന്നത് നീതിമാന്മാരെയല്ല, ഞാൻ വന്നത് പാപികളെ അത്രേ തേടി വന്നെന്നുള്ള അന്വർത്ഥമാക്കുവാനൊക്കെ വേണം. ദേശത്തേക്ക് കർത്താവ് പോകുവാൻ ഇടയായെങ്കിൽ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും കാലാകാലങ്ങളിൽ തള്ളിക്കളയുവാൻ ലോകം തീരുമാനിച്ചെടുത്ത് ദൈവം തീരുമാനിച്ചില്ല. ഇതിനെ കൂടെ ദൈവസന്നിധിയിൽ ചേർത്ത് വെക്കുവാൻ ദൈവം ആഗ്രഹിച്ചത് കൊണ്ടത്രേ ഇന്ന് രാത്രി ഈ വചന കേൾവിക്ക് വേണ്ടി നിങ്ങളെ കൊണ്ടുവന്ന് കുഞ്ഞെ അജിൻ, പ്രൈസ് ദി ലോർഡ്. അജിൻ, നിന്റെ ബോധ മനസ്സുകളെ തെറ്റിച്ചു കളഞ്ഞുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, നിന്റെ ഭാവിയെ പോലും ഒരിക്കലും ക്രമത്തിലാക്കത്തില്ലെന്ന് വാദിക്കുന്ന അന്ധകാര ശക്തിയുടെ പിടിയിൽ നിന്നും ദൈവം നിന്നെ ഈ ദിവസം വിടുവിക്കുക. കർത്താവിന് സ്തോത്രം. വിശ്വസിച്ച് ദൈവമക്കൾ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവിക സാന്നിധ്യം ദൈവമക്കൾക്ക് ഞാൻ പലപ്പോഴും പറയാം, പാപം ചെയ്യുവാനൊക്കെ വേണം ആമേൻ ഒരു ഉൾപ്രേരണ ഉണ്ടാകുമ്പോൾ കർത്താവിന്റെ സ്വന്തം രക്തത്താൽ എന്നെ വീണ്ടെടുത്ത് ദൈവ പൈതലാക്കി എന്നുള്ളതായിരിക്കുന്ന വസ്തുത പോലും നമ്മെ മറപ്പിക്കുന്ന മേഖല. കർത്താവിന്റെ സ്തോത്രം. ആമേൻ. വൈരാഗ്യ മനസ്സോടുകൂടെ പ്രവർത്തിപ്പാനൊക്കെ വേണം. ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ഞാൻ ഉപയോഗിക്കേണ്ടതായിരിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്ന് പോലും മറപ്പിച്ചുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ നമ്മിൽ നിന്നും പുറത്തേക്ക് വരുന്നു. പ്രൈസ് ദി ലോർഡ്. കാറ്റുകളും കോളുകളും നിമിത്തം നോക്കണേ, നമ്മൾ ഇന്നലെ രാത്രി അതിനെ കുറിച്ച് ചിന്തിച്ചതാണ്. ഈ പോകുന്ന വഴിയാത്രയിൽ ആമേൻ
കാറ്റുകളും കോളുകളും പടകിന്റെ മേൽ ആഞ്ഞടിച്ചു. നിങ്ങൾ ആ വേദഭാഗം ഒന്നുകൂടെ ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിക്കണം. 1-2 വാക്യങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തിയിരിക്കുന്ന ഈ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആ സംഭവം നമ്മൾ വിശദീകരിക്കുമ്പോൾ ആമേൻ, അവിടെ ഒരു അല്പവിശ്വാസിയെ കൊണ്ട് പോയാൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തില്ലെന്ന് കർത്താവ് തിരിച്ചറിഞ്ഞുകൊണ്ട് അല്പവിശ്വാസികളായി പടകിലിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനൊക്കെ വേണം അവരുടെ പടകിന് നേരെ ആമേൻ തട്ടകസിച്ചു വരുന്നതായിരിക്കുന്ന കൊടുങ്കാറ്റുകളും തിരമാലകളും ജീവിതത്തിൽ കാണുമ്പോൾ ഹല്ലേലൂയ, കാറ്റുകളെയും കോളുകളെയും അമർച്ച ചെയ്യുവാൻ അധികാരമുള്ള ദൈവത്തെ പരിചയപ്പെടുത്തുവാനാണ് ഈ പടകിന്റെ നേരെ ഈ കാറ്റുകളും കോളുകളും കടന്നു വന്നത്. ദൈവമേ, ചിന്തിക്കാൻ കഴിയും. ദൈവമക്കൾ സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ചില പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് എന്തിനാണെന്ന് അറിയാമോ? God wants to establish His precious name in our family. Amen. God wants to establish His own name in within us. നാമന്റെ തിരുനാമത്തെ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിക്കാന് ആമേൻ ഇവര് ഈ അല്പവിശ്വാസികളെയും കൊണ്ട് പടകിൽ പോയപ്പോൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ കർത്താവിന് സ്തോത്രം, കർത്താവ് ഉദ്ദേശിക്കുന്നതായിരിക്കുന്ന ഒന്നും അവിടെ നടക്കില്ല. കാരണം കർത്താവിനറിയാം അവരുടെ അവിശ്വാസം കൊണ്ട് അവിടെ ഒന്നും സംഭവിച്ചു. കൂടെ പോകുന്നവനും വിശ്വാസിയായിരിക്കണം കർത്താവിന് ചിലത് ചെയ്യുവാൻ. അതുകൊണ്ടാണ് കർത്താവ് 70 പേരെ നിയമിച്ചു. 70 പേരെന്നുള്ള സംഖ്യ മോശയിൽ നിന്ന് കിട്ടിയൊരു സംഖ്യ. ഇപ്പോഴും യഹൂദൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസാന നാളുകളിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടെ ആലയം പണിക്ക് വേണ്ടിയൊക്കെ 70 പേരെ 71 പേരാണ്. 70 പേരും ഒരു നേതാവും കൂടെ ഉൾപ്പെടെ, മോശയും 70 പേരും കർത്താവും 70 ശിഷ്യന്മാരും അതുണ്ടായിരുന്നതുപോലെ ഇസ്രായേലിൽ കർത്താവിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതിന് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് സിന്നിദ്രീം സംഘം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? സിന്നിദ്രീം സംഘം അവരാണ് ആലയത്തിന്റെ പണികളെ കുറിച്ചുള്ളതായിരിക്കുന്ന സകല സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മോശയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചു. അത് കർത്താവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരു സിന്നിദ്രീം സംഘത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഇസ്രായേൽ മക്കൾ യഹൂദന്മാർ ഇപ്പോൾ കളമൊരുക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന് നന്ദിയോട് സ്തോത്രം. DNA പരിശോധനയിൽ കൂടെ കൊഹാത്യ ഗോത്രത്തെ അവർ കണ്ടുപിടിച്ചു ആലയത്തിന്റെ പണിക്ക് വേണ്ടി. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവമക്കൾ മനസ്സിലാക്കണം. കർത്താവിന് 70 പേരെ മാറ്റി നിർത്തി. അതിനകത്ത് 12 പേരുണ്ടായിരുന്നു, അവരെ കൊണ്ട് മാറ്റി നിർത്തി. കർത്താവ് ചിലയിടങ്ങളിൽ കൊണ്ടുപോയത് 3 പേരെയാണ്. ആ 3 പേരെയും കൊണ്ടുപോകുമ്പോൾ അതിസങ്കീർണമായിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നിടത്ത് ഇവരെ കൊണ്ടുപോയില്ല. ഒന്ന് മറുരൂപ മലയിൽ കർത്താവ് അവരെ കൊണ്ടുപോയില്ല. പ്രൈസ് ദി ലോർഡ്. മറുരൂപ മലയിൽ അവരെ അല്പം മാറ്റി അവിടെ ഇരുത്തി. നമ്മൾ വചനത്തിൽ അങ്ങനെയാ വായിക്കുന്നത്. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഗെത്സമനെ തോട്ടത്തിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കർത്താവ് പോയപ്പോൾ ഇവരെ ഒരു കല്ലേറ് ദൂരം പുറകിലിരുത്തിയിട്ടാ പോയെ. കാരണം ഇവരുമായിട്ടൊരു കൂട്ടായ്മ ആചരിപ്പാറ്റൊക്കെ ഇവിടെ അപ്പോഴും പിശാച് പത്രോസിനെ കുറിച്ച് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? ആമേൻ, പാറ്റിക്കളയേണ്ടത് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അല്പവിശ്വാസിയായിരിക്കുന്ന ഒരുത്തനെ കൊണ്ട് പോയാൽ സംഗതി പരാജയമാകുമെന്ന് കർത്താവിന് അറിയാവുന്നത് കൊണ്ട് കർത്താവ് ഒറ്റയ്ക്ക് പോയി. അതുപോലെ ഈ ദേശത്ത് അത്യന്തപരമായിരിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടണം. പട്ടണക്കാർ ആ പട്ടണം തിരിച്ചറിയണം. 2 പേർക്ക് വേണ്ടിയല്ല അവിടെ പോയത്. 2 ഭൂതഗ്രസ്തന്മാർക്ക് വേണ്ടിയല്ല കർത്താവ് അവിടെ കാലെടുത്തു വെക്കാൻ പോയത്. എന്നാൽ അവിടെ മാർഗമധ്യത്തിൽ പ്രതികൂലം കടന്നു വന്നത് അവിടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ അല്പവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്തിട്ട് അടുത്ത ക്ഷണത്തിൽ അവരുടെ വിശ്വാസത്തെ ഉറപ്പിച്ചിട്ട് അവരുടെ വായിക്കൊണ്ട് തന്നെ പറയിപ്പിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ പ്രകൃതി ശക്തിയെ പോലെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ നമ്മോട് കൂടെയുണ്ട്. ഇത് വിശ്വസിക്കുവാനാണ് ചില പ്രതികൂലം. കർത്താവിന് സ്തോത്രം. ഞാൻ ഈ മീറ്റിംഗ് നടക്കുന്ന കർത്തദാസൻ എനിക്കൊരു മെസ്സേജ് വായിച്ച് അല്പ ദുഃഖത്തിലൊക്കെ ആയിരുന്നു. കർത്താവിന് സ്തോത്രം. കേട്ട് അത് വോയിസ് മെസ്സേജ് അയച്ചതാ. കർത്താവിന് സ്തോത്രം. അതൊന്നും പരസ്യമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും
കർത്താവിന് സ്തോത്രം. കഴിഞ്ഞൊരു ദിവസം ഒരു പ്രിയപ്പെട്ട 8 വയസ്സ് പ്രായമുള്ളതായിരിക്കുന്ന ഒരു മകന്റെ, ഒരു ദൈവദാസന്റെ മകന്റെ പ്രൈസ് ദി ലോർഡ് ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ വിങ്ങി ദൈവസ്ഥത്തിൽ കരഞ്ഞു. ദൈവമേ, ഇത്രയും പരീക്ഷിക്കുവാൻ കർത്താവേ, അഭിഷിക്തന്മാരെ എങ്ങനെ കർത്താവിന് തോന്നുന്നു? ഇത്രയും കഷ്ടത്തിലും ബുദ്ധിമുട്ടിലും ആക്കുവാനൊക്കെ വേണം. കണ്ണിൽ ചോരയില്ലാത്തവരാണോ ഈ ദൈവം? പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യത്തിൽ അപ്പോൾ ദൈവം തന്നൊരു ആശ്വാസമുണ്ട്. ആമേൻ. മുടിഞ്ഞു പോകാതെ പരിധിവരെ കഷ്ടതകൾ നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിപ്പിച്ചാലും നിന്നെ മുടിച്ചു കളയാൻ വേണ്ടിയല്ല ഈ പ്രതികൂലങ്ങൾ, നിന്നെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ പ്രതികൂലങ്ങൾ. ഇന്ന് രാത്രി എത്ര ജീവിതങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നിന്നെ തകർത്ത് കളയാനല്ല നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന വേദനകൾ, ഹല്ലേലൂയ, നിന്നെ ഉന്മൂലനാശം ചെയ്യിപ്പിക്കാൻ വേണ്ടിയല്ല. അല്പവിശ്വാസിയായിരിക്കുന്ന ആമേ ശിഷ്യ വൃന്ദത്തെ പൂർണ്ണ വിശ്വാസികളായി ആമേ ഒരു വലിയ ദൈവ പ്രവൃത്തി പട്ടണത്തെ ഇളക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ പദ്ധതിയെ ഇളക്കണമെങ്കിൽ ആമേ അവിടെ വാണിരുന്ന അന്ധകാര ശക്തിയെ ചുരുട്ടിയെറിയണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആ ഒരു ശക്തിയെ കുറിച്ച് അങ്ങോട്ട് പ്രസംഗിച്ചിട്ട് തീരുന്നില്ല. കാരണം അത്രയും വളരെ ഗഹനമായിരിക്കുന്ന ചിന്തകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ദൈവവചനത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കിയപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ഒരുത്തൻ ആരാധനാലയത്തിൽ ചെന്നിരുന്നാൽ അവിടെ നടക്കുന്ന ശുശ്രൂഷയോട് താതാത്മ്യപ്പെടാൻ കഴിയാതെ ആമേൻ നിർജീവനോടിരിക്കുന്നെങ്കിൽ അവന് ചിന്തിക്കണം, അവന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ഗർഗശ ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്ക് അവൻ ആളത്വപരമായി വന്നിരിക്കുന്നു. അതുപോലെ വാഗ്ദത്തം കേട്ട് ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആരെങ്കിലും ഒക്കെ അടുത്ത ക്ഷണത്തിൽ മറക്കുന്നെങ്കിൽ എത്രയോ ചെറുപ്പത്തിൽ വരെ സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അന്നേരം കേട്ട ദൈവവചനങ്ങളും ദൂതുകളും മറപ്പിച്ചു കളയുവാൻ അല്ലെങ്കിൽ മറന്നു കളയുവാൻ ഒക്കെ വേണം നമ്മെ പ്രേരിപ്പിക്കുന്ന ആ ശക്തിയുടെ പേരാണ് ഗർഗശ ശക്തിയെങ്കിൽ സഭയോട് പറയുകയാണ്, അവൻ ദൂത് പറയുകയാണ്, നിന്റെ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് നീ പ്രാപിച്ചത് എന്തൊക്കെയാണോ അതെല്ലാം നിന്നെ നീക്കി കളഞ്ഞിട്ടുണ്ട്. നീ എന്തൊക്കെ കേട്ടിട്ടുണ്ടോ അതെല്ലാം നിനക്ക് മറവി വരുത്തിയിട്ടുണ്ട് എന്ന് നീ ഉണർന്നു കൊള്ളുക. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്തത് കാത്തുകൊള്ളുകയും. ഏത് കാത്തുകൊള്ളണം? നീ പ്രാപിച്ചതും നീ കേട്ടതും നിന്റെ ജീവിത സാഹചര്യത്തിനകത്ത് എന്ത് ചെയ്യണം എന്നറിയാമോ? നിന്റെ നെഞ്ചോട് ചേർത്തതിനെ കാത്തുകൊള്ളണം എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. നെഗറ്റീവായി പറയുന്നത് അവിടെ നിന്ന് നിർത്തണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഉണരുക എന്നുള്ളതായിരിക്കുന്ന വാക്കിന് പല അർത്ഥങ്ങൾ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഉണർന്നുകൊള്ളുക ആ പദം ഇന്ന് രാത്രി ചിന്തിപ്പാന്റെ മുമ്പിൽ സമയമില്ല. ഉണർവ് എപ്പോഴും തീരുമാനത്തെ ആശ്രയിച്ച് നടക്കേണ്ട ഒരു കാര്യമാണ്. ഉറപ്പുള്ള തീരുമാനത്തെ ബേസ് ചെയ്ത് സംഭവിക്കേണ്ട ഒന്നാണ് ഉണർവ്. നമ്മുടെയൊക്കെ ഉണർവെന്നൊക്കെ നമ്മൾ എഴുതിയിട്ടിരിക്കുന്ന ഉണർവെന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി ബഹളം വെച്ച് പാടുക, ഇത്തിരി ബഹളത്തിൽ കാര്യങ്ങൾ നടത്തുക, ഇത്തിരി ശക്തിയോടെ കൈകൊട്ടുക, ഇതൊക്കെ ഉണർവെന്നല്ല. തീരുമാനത്തെ അധിഷ്ഠിതമായി അതിന്റെ ഫൗണ്ടേഷൻ ഡിസിഷനാണ്. ഡിസിഷൻ. ഉണർവ് എപ്പോഴും ആമേൻ അവരുടെ തീരുമാനത്തിൽ അധിഷ്ഠിതമായി നിൽക്കുന്നു. നീ ഉണർന്നു കൊള്ളുക. ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏതു നാഴികയ്ക്കും നിന്റെ മേൽ വരും. ഏതു നാഴികയ്ക്കും നിന്റെ മേൽ വരും. ഓക്കെ, ചില നല്ലോണം ചിന്തിക്കേണ്ടതായിരിക്കുന്ന വാക്കുകളാണ്. കർത്താവിന് സ്തോത്രം. ആമേൻ. ഐ വിൽ കം അപ്പോൺ യു എന്നുള്ള ആ പദപ്രയോഗങ്ങളൊക്കെ ചിന്തിക്കണം. ദേവദാസന്മാരൊക്കെ അത് ചിന്തിച്ചു മനസ്സിലാക്കണം. അതേലും അനുഗ്രഹത്തിന് വേണ്ടി വരിക എന്നുള്ളതല്ല. കർത്താവിന് നന്ദിയോട് സ്തോത്രം. എങ്കിലും ഉടുപ്പ് മലിനമാകാതെ ഒന്നുകൂടെ ഞാനെന്ന് പറയട്ടെ. പ്രാർത്ഥിച്ച് നമ്മൾ
പിരിയാനുള്ള സമയമായി. പാപം എന്താണെന്ന് നമുക്ക് തിരിച്ചറിവ് തരാത്ത ഒരു മേഖലയാണ് ഈ ഗിർഗശിശക്തി. പാപം എന്താ? അയ്യോ, അല്പ വീഞ്ഞ് കുഴപ്പമില്ല, കർത്താവ് കരാവിലെ കല്യാണത്തെ വെള്ളം വീഞ്ഞാക്കി, ഇത്തിരി ലഹരി കൂടിയാലെന്ത്? അങ്ങനെ നമ്മളെ ഗിർഗശക്തികൾ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. പാപത്തെ പാപമായി കാണുവാൻ കഴിയാതെ നമ്മുടെ കണ്ണുകളെ കുരുട്ടാക്കുന്ന ഒരു മേഖല ഗിർഗശക്തിയുടെ പ്രധാന ആയുധമാണ്. അതുകൊണ്ടാണ് ഒത്തിരി ദൈവമക്കൾ പാപത്തിലേക്ക് അതിനെ നിസാരമായി കണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീരം കവിയും യോർദാൻ മുന്നിൽ മതിലായി നിന്നാൽ, തീരം കവിയും യോർദാൻ മുന്നിൽ മതിലായി നിന്നാൽ, അതിലും പുതുവഴി തുറന്നിടും നിൻ പെട്ടകത്തീരാ, അതിലും പുതുവഴി തുറന്നിടും നിൻ പെട്ടകത്തീരാ. ആത്മദാനം നൽകൂ, നിൻ കൃപയിൽ ഞാൻ നിൽപ്പാൻ, ആത്മാവിൽ നടത്തൂ, മരുവിൽ